الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات. حديث باقي شرطه കുറച്ച് പഠിച്ചാൽ മതി. وإنما لكل امرئ ما نوى. ഇത് സരതോടുകൂടി കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى. ഒരാളൊന്ന് വായിച്ചത് ഇത് കാണാതെ പഠിക്കണം. അതാണ് കഴിഞ്ഞാൽ ഈ ഹദീസ് നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസാണ്. നമ്മുടെ ഈ ഹദീസ് ആദ്യം പറയാൻ കാരണം ഏത് അമലും പരിഗണിക്കപ്പെടുന്നത് നിയ്യത്ത് നോക്കിയിട്ടാണ്. നമ്മൾ പഠിക്കുന്നതിനും ഒരു നിയ്യത്തുണ്ട്. നമ്മൾ പറഞ്ഞു ശജറത്തുൽ ഇൽമ് പറഞ്ഞപ്പോൾ അതിനൊന്ന് പറഞ്ഞു അന്നിയ്യ, നമ്മളെ അറിവില്ലായ്മ മാറിക്കിട്ടണം, എന്നിട്ട് നമ്മൾ നന്നാവണം. മറ്റുള്ളവർക്കും ആ നന്മകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ പഠിക്കുന്നതിലുള്ള നമ്മളെ നിയ്യത്ത്. അപ്പൊ എന്ത് കാര്യത്തിലും അങ്ങനെ നല്ല നിയ്യത്ത് വേണം. അതുകൊണ്ടാണ് ഹദീസിന്റെ കിതാബുകളിൽ ആദ്യമായി ഹദീസ് പണ്ഡിതന്മാർ പറയുന്ന ഹദീസ് ഇതായിരിക്കും നിയ്യത്തിനെ സംബന്ധിച്ച്. ഈ ഹദീസ് പണ്ഡിതന്മാർക്ക് പറയുന്ന പേരെന്താ? മുഹദ്ദിസ്. മനസ്സിലായില്ലേ? ഹദീസ് പണ്ഡിതന്മാർക്ക് പറയുന്നതിന് പകരം നമ്മൾ പറയും മുഹദ്ദിസീങ്ങൾ അല്ലെങ്കിൽ മുഹദ്ദിസുകൾ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ
സഹീഹുൽ ബുഖാരി എന്ന ഹദീസിന്റെ കിതാബ് തുടങ്ങുന്നതും ഈ ഹദീസ് പറഞ്ഞിട്ടാണ്. കാരണം ആദ്യം തന്നെ എന്ത് പറഞ്ഞിട്ട് തുടങ്ങാം? നിയ്യത്ത് പറഞ്ഞിട്ട് തുടങ്ങണം. കാരണം അവരുകളൊക്കെ നിയ്യത്ത് നോക്കിയിട്ടാണ് അള്ളാഹു പരിഗണിക്കുന്നത്. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹദീസ് കുറെ കിതാബുകളുണ്ട്. അതൊക്കെ തുടങ്ങുന്നതും ഈ ഹദീസ് പറഞ്ഞിട്ടാണ്. അപ്പം പണ്ഡിതന്മാർക്കിടയിൽ വളരെ പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ് ഈ പറഞ്ഞ ഹദീസ്. ഇതിലെ ഓരോ വാചകങ്ങളുടെയും അർത്ഥവും വിശദീകരണവും പഠിച്ച് മുന്നോട്ട് പോകണം. അൻ അമീരിൽ മുഅ്മിനീന, എന്താർത്ഥം? അമീറുൽ മുഅ്മിനീനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മുഅ്മിനീങ്ങളുടെ നേതാവ്. അമീർ എന്ന് പറഞ്ഞ നേതാവ് എന്നർത്ഥം. ലോകത്ത് ആദ്യമായി, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് പേര് വിളിക്കപ്പെട്ട ആള് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ ഉമർ തന്നെ മുമ്പ് വന്ന രാജാവാണ് അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹത്തെ വിളിച്ചത് എന്താ? ഖലീഫത്തു റസൂലില്ലാഹ്. ഖലീഫ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പകരക്കാരൻ. പകരക്കാരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? റസൂലുള്ളാഹിന്റെ പിൻഗാമിയായി വന്ന ആള് ഖലീഫ. അദ്ദേഹത്തെ മുസ്ലിമീങ്ങൾ വിളിച്ചത് അങ്ങനെയാണ്, ഖലീഫത്തു റസൂലില്ലാഹ്. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞപ്പോ അദ്ദേഹം വഫാത്തായി. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. അപ്പൊ ആദ്യമൊക്കെ സഹാബാക്കൾ വിളിച്ചത് ഖലീഫത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖലീഫയുടെ ഖലീഫ, മനസ്സിലായോ എന്നാണ് ആദ്യം വിളിച്ചത്. പക്ഷെ അത് വിളിക്കുന്നത് ഒരു പ്രയാസമായപ്പോ മുസ്ലിമീങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാം, മുഅ്മിനീങ്ങളുടെ അമീർ. അങ്ങനെയാണ് ആ പേര് ആദ്യമായി നിലവിൽ വരുന്നത്. പിന്നീട് അങ്ങോട്ട് വന്ന ഇസ്ലാമിക രാജാക്കന്മാർക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പേര് പറയപ്പെട്ടിട്ടുണ്ട്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന അർത്ഥത്തിൽ. ആദ്യമായി ആ പേര് പറയപ്പെട്ട വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമർ. അപ്പൊ അമീറുൽ മുഅ്മിനീന അബീ ഹഫ്സ്. അബൂ ഹഫ്സ് എന്ന് പറഞ്ഞാൽ ഹഫ്സിന്റെ ഉപ്പ. അതിനെന്താ പറയാ? കുനിയത്ത് എന്നാണ് പറയാ. അതായത് മക്കളിലേക്ക് ചേർത്തിട്ട് വിളിക്കാം. ഇപ്പൊ എന്റെ ഒരു മോൻ, എനിക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് മോനുണ്ടെങ്കിൽ എന്നെ എന്ത് വിളിക്കും? അബൂ മുഹമ്മദ്, മുഹമ്മദിന്റെ ബാപ്പ. ഇല്ലെങ്കിൽ അബൂ ഫാത്തിമ, ഫാത്തിമയുടെ ബാപ്പ. ഇങ്ങനെ ചേർത്ത് വിളിക്കാം. അതിനെന്താ പറയാ? കുനിയത്ത്. കുനിയത്ത് നല്ല ചെറ്റിയിൽപ്പെട്ടതാണ്. അങ്ങനെ പേര് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറ്റിയിൽപ്പെട്ടതാണ്, മുൻഗാമികളുടെ സുന്നത്തിൽപ്പെട്ടതാണ് മക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വസ്തുക്കളിലേക്ക് ചേർത്ത് വിളിക്കുക, ജീവികളിലേക്ക്. അബൂ ഹുറൈറ എന്നർത്ഥം പൂച്ചയുടെ, പൂച്ചക്കുഞ്ഞിന്റെ ബാപ്പ. അദ്ദേഹത്തിന് പൂച്ചക്കുഞ്ഞിനെ വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വിളിച്ചു അബൂ ഹുറൈറ. അങ്ങനെയും വിളിക്കാം. പിന്നെ അബൂ തുറാബ്, മണ്ണിന്റെ ബാപ്പ. അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച പേരാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞത്ത് വെക്കൽ നല്ലതാണ്. അത് മുൻഗാമികളുടെ ചെല്ലിയിൽപ്പെട്ടതാണ്. അവരൊക്കെ അങ്ങനെയാണ് അറിയപ്പെട്ടത്. ഒന്നുകിൽ മക്കളിലേക്ക് ചേർത്ത് വിളിക്കും, അബൂ മുഹമ്മദ്, അബൂ അബ്ദുല്ല, അബൂ ഹഫ്സ് എന്നൊക്കെ പോലെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയിലേക്ക് ചേർത്ത് വിളിക്കുക. ഈ അബൂ ഹഫ്സ്, ഹഫ്സ് എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോന്റെ പേരല്ല. ഹഫ്സ് എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ് അർത്ഥം. സിംഹം മീൻസ് ലയൺ.
അപ്പൊ സിംഹത്തിന്റെ ഉപ്പ എന്ന് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചതാണ്. കാരണം ആ ധൈര്യവും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവവും ഒക്കെ വെച്ചിട്ട് സിംഹത്തിലേക്ക് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരാണ് അബൂ ഹഫ്സ്. അപ്പൊ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ലഖബാണ്. അറബിയിൽ എന്താ പറയാ? ലഖബ്. ലഖബ് എന്ന് പറഞ്ഞാൽ ഓമനപ്പേര്. ഓമനപ്പേര് അറിയോ? പെറ്റ്നൈ. അങ്ങനെ ചില ആൾക്കാരെ വിളിക്കില്ലേ? നിന്നെന്താ ഇപ്പൊ വിളിക്കല്? വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? ജയ്ദു. എന്റെ പേരെന്താ ശരിക്കും? സെയ്ദ്. സെയ്ദു എന്ന സെയ്ദ്. മനസ്സിലായോ? അങ്ങനെ വിളിക്കില്ല വീട്ടിൽ ചിലപ്പോ. അപ്പു, അച്ചു, പിന്നെ പൊട്ടാൻ. അതൊക്കെയാണ് ലഖബ്. ഓമനപ്പേര്, സ്നേഹം കൊണ്ട് വിളിക്കുന്ന പേര് ലഖബ്. അതാണ് അമീറുൽ മുഅ്മിനീൻ. കുഞ്ഞത്താണ് അബൂ ഹഫ്സ്, സിംഹത്തിന്റെ ബാപ്പ. അങ്ങനെ ഒരു പേര് വെക്കൽ നല്ലതാണ് നമുക്ക്. അങ്ങനെയാണ് ആ പേരിലാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറിയപ്പെടുന്നത്. മനസ്സിലായോ? കുഞ്ഞത്ത്. അപ്പൊ അമീറുൽ മുഅ്മിനീൻ ആയ അബൂ ഹഫ്സ് ആയ ഹഫ്സിന്റെ ബാപ്പ. ഹഫ്സിന്റെ അർത്ഥം എന്താ പറഞ്ഞ? സിംഹം. സിംഹത്തിന്റെ ബാപ്പ എന്ന് അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ആ ധൈര്യമുള്ള സ്വഭാവം പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് ശരിക്കുള്ള പേര്, ഖത്താബിന്റെ മകൻ ഉമർ. അപ്പൊ അമീറുൽ മുഅ്മിനീനായ അബൂ ഹഫ്സ് എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ആമുൽ ഫീൽ കഴിഞ്ഞിട്ട്. ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ? കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും ആനപ്പട്ടാളവും വന്നല്ലോ. അത് അവരുടെ ഒരു കലണ്ടറായി മാറി പിന്നീട്. അതായത് അവരെന്തെങ്കിലും വിഷയം പറയുമ്പോൾ അന്ന് ആനപ്പട വന്നിട്ട് ഇത്ര ദിവസം കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ ആനപ്പട വന്നിട്ട് ഇത്ര കൊല്ലം കഴിഞ്ഞപ്പോ എന്ന് പറയാൻ തുടങ്ങി. ഒരു ഡേറ്റായി മാറിയത് ആ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നപ്പോഴാണ് ആനക്കലഹം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഈ ആനക്കലഹം കഴിഞ്ഞിട്ട് 13 വർഷത്തിന് ശേഷം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഉമർ ഫാറൂഖിന് എത്ര വയസ്സിന്റെ ഗ്യാപ്പുണ്ട്? 13 കൊല്ലത്തിന്റെ പിന്നെ ഇളയതാണ് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ലഖബാണ് അമീറുൽ മുഅ്മിനീൻ. അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ് അബൂ ഹഫ്സ്. ശരിക്കുള്ള പേര് ഖത്താബിന്റെ മകൻ ഉമർ. അദ്ദേഹം ജനിക്കുന്നത് ആനക്കലഹ വർഷം അല്ലെങ്കിൽ ആമുൽ ഫീൽ കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി റസൂലായി ആളുകളെ ഇസ്ലാമിലേക്ക് വിളിച്ചു തുടങ്ങി. ആദ്യമായി ആണുങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമായ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നത് 6 വർഷം കഴിഞ്ഞിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി 6 വർഷത്തിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഇസ്ലാമിന്റെ ദഅവത്ത്, പ്രബോധനം രഹസ്യമാണ്. ആരും പരസ്യമായിട്ടില്ല. കാരണം ഖുറൈശികൾ ഉപദ്രവിക്കും, ആക്രമിക്കും. പക്ഷെ അദ്ദേഹം മുസ്ലിം ആവനോടുകൂടി ഇസ്ലാമിക പ്രബോധനം പരസ്യമായി. കാരണം അദ്ദേഹം ധൈര്യമുള്ള ആളാണ്. മക്കയിലുള്ള ആളുകൾക്ക് ഉമറിനെ പേടിയാണ്. അപ്പൊ ഉമർ മുമ്പിൽ നിന്നാൽ പിന്നെ ആരും എന്തില്ല, എതിർക്കാൻ വരൂല, ഉപദ്രവിക്കാൻ വരൂല. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടായ വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വരവോടുകൂടി ഇസ്ലാമിന്റെ പ്രബോധനം പരസ്യമാക്കപ്പെട്ടു എന്നതാണ്.
അതിനൊരു കാരണമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു അല്ലാഹുവോട്, 2 ആളുകളിൽ ഒരാളെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്നാണ് ദുആ. ഒന്നുകിൽ 2 ആള് നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട്, ഒന്നുകിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ കൊണ്ട്, അല്ലെങ്കിൽ അബൂജഹലിനെ കൊണ്ട്. കാരണം ഇവർ 2 ആൾക്കാരും നല്ല ധൈര്യമുള്ള ആളുകൾ, പേടിക്കുന്ന ആളുകൾ, പറഞ്ഞാൽ അനുസരിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു ദുആ ഖബൂൽ ചെയ്തത് ആരുടെ വിഷയത്തിലാണ്? ഉമർ റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ ദുആ ഖബൂൽ ചെയ്തു. അങ്ങനെ ഉമറിന്റെ വരവോടുകൂടി ഇസ്ലാമിക പ്രബോധനം എന്തായി? പരസ്യമായി. ധൈര്യത്തിൽ എല്ലാവരും പുറമേ തന്നെ നിസ്കരിക്കാനും ആളുകളെ ഇസ്ലാമിലേക്ക് വിളിക്കാനും ഒക്കെ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ 2ാമനാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലായിരിക്കും. അങ്ങനത്തെ ആളാണ് അദ്ദേഹം. ഏകദേശം 539 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ഹദീസ്? 539. നമ്മുടെ ഭാഷ എന്താ പറയാ? 530 ഏതല്ല 9. 539 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആര്? അമീറുൽ മുഅ്മിനീൻ അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 63 വർഷം ജീവിച്ചു. 63ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഷഹീദാകുന്നത്, മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെട്ടത് ഷഹീദായിട്ടാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ രക്തസാക്ഷിയാവുക, കൊല്ലപ്പെടുക. ഇതൊരു സംഭവമുണ്ട്. മദീനയിൽ ഒരാൾക്കും ഒരിക്കലും ഷഹീദാവാൻ പറ്റില്ല. കാരണം മദീനയിൽ നിന്നില്ല, ജിഹാദില്ല. മദീനയിൽ വെച്ച് യുദ്ധം നടക്കാൻ പാടില്ല. യുദ്ധം മദീനക്ക് പുറത്തേ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യും, അല്ലാഹുവേ എനിക്ക് ഷഹീദായി മരിക്കണം, പക്ഷെ മദീനത്തിൽ വെച്ച് തന്നെ മരിക്കണം. ഒരിക്കലും സംഭവിക്കില്ല. കാരണം മദീനത്തിൽ വെച്ച് ഷഹീദാകണമെങ്കിൽ മദീനയിൽ ജിഹാദ് നടക്കണം, യുദ്ധം നടക്കണം. മദീന യുദ്ധം നടക്കൂല. മദീനത്തിൽ നിന്ന് മുസ്ലിം പട്ടാളക്കാർ പുറത്തേക്ക് പോയിട്ട് യുദ്ധം ചെയ്യുള്ളൂ. അപ്പൊ പുറത്തുനിന്ന് ഷഹീദാവാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം നിരന്തരം ദുആ ചെയ്തു. കാരണം മദീനയിൽ മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടും നാളെ ആഖിറത്തിൽ. അവിടെ മദീനത്തിൽ വെച്ച് മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം, പറ്റുമെങ്കിൽ മദീനത്തിൽ വെച്ച് മരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അത് വെച്ച് ദുആ ചെയ്തു. അല്ലാഹു എന്ത് ചെയ്തു? ദുആ ഖബൂൽ ചെയ്തു. മദീനത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഇമാമായി സുബ്ഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അബൂ ലുഅ്ലുഉൽ മജൂസി, എന്താ പേര്? അബൂ ലുഅ്ലുഉ അൽ മജൂസി എന്ന് പറയുന്ന ഒരുത്തൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. അപ്പൊ ഷഹീദാവുകയും ചെയ്തു. അതോടെ തന്നെ മദീനത്ത് വെച്ച് തന്നെ ആവുകയും ചെയ്തു. അബൂ ലുഅ്ലുഉൽ മജൂസി. മജൂസി എന്ന് പറഞ്ഞാൽ തീ ആരാധിക്കുന്നവർ. മജൂസി എന്ന് പറഞ്ഞാൽ തീയെ ആരാധിക്കുന്നവർക്ക് പറയുന്ന പേരാണ്. പേർഷ്യക്കാർ. അപ്പൊ മദീനത്ത് വെച്ച് തന്നെ മരിച്ചു. എന്തായിട്ട് മരിച്ചു? ഷഹീദായി തന്നെ മരണപ്പെട്ടു. ഹിജ്റ 23. ഹിജ്റ 23-ാം വർഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നിട്ട് 23 കൊല്ലത്തിന് ശേഷം. ഹിജ്റ 23-ൽ ദുൽഹിജ്ജ 4-ാം തീയതി, ദുൽഹിജ്ജ മാസം, അറബിയിൽ ദുൽഹിജ്ജ മാസം
നാളല്ല, 3-ാം തീയതി, ദുൽഹിജ്ജ മാസം 3-ാം തീയതി ഒരു ബുധനാഴ്ച രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതര 23-ാം വർഷം ദുൽഹിജ്ജ മാസത്തിലെ 3-ാം തീയതി ഒരു ബുധനാഴ്ച രാത്രിയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഷഹീദാകുന്നത്. ഹിജ്റ 23 ദുൽഹിജ്ജ മാസം 3-ാം തീയതി ബുധനാഴ്ച രാത്രി. ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സെത്ര? 63 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെയാണ് അദ്ദേഹത്തെ ഖബറടക്കം ചെയ്തിട്ടുള്ളത്. 10 വർഷവും 6 മാസവും അദ്ദേഹം എന്ത് ചെയ്തു? രാജാവായി, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ അമീറുൽ മുഅ്മിനീനായി ജീവിച്ചു. 10 കൊല്ലവും 6 മാസം. ഇത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയെ പറ്റി ജസ്റ്റ് ഒന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അമീറുൽ മുഅ്മിനീൻ അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലഖബാണ്, അതായത് മുഅ്മിനീങ്ങളുടെ അമീർ എന്ന പേര്. അബൂ ഹഫ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്താണ്, വിളിപ്പേര്. ഹഫ്സിന്റെ ബാപ്പ എന്ന് പറഞ്ഞാൽ ഹഫ്സ് മകന്റെ പേരല്ല, മറിച്ച് സിംഹം എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ച പേരാണ് അബൂ ഹഫ്സ്. കാരണം അദ്ദേഹത്തിന്റെ ധൈര്യവും ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പേടിയും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ആ പേര് വിളിച്ചത്, അബൂ ഹഫ്സ്. ശരിക്കുള്ള പേര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? 539 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര കൊല്ലം രാജ്യം ഭരിച്ചു? 10 കൊല്ലവും 6 മാസവും. അദ്ദേഹം ഷഹീദാവുന്നത് മദീനത്ത് വെച്ചാണ്. അദ്ദേഹത്തെ കൊന്നതാര? അബൂ ലുഅ്ലുഉൽ മജൂസി എന്ന് പറയുന്ന അയാളാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നത്. ഇസ്ലാമിക പ്രബോധനം പരസ്യമായി നടക്കാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹം മുസ്ലിമായതിലൂടെ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു, അതോടുകൂടി ഇസ്ലാമിലെ പ്രബോധനം പരസ്യമായി. ഓക്കെ, ഇതാണ് ഈ സഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه. أمير المؤمنين آية أبو حفص ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു. ഓരോ വാക്കുകളെയും അർത്ഥം എഴുതി വെച്ച് പഠിക്കണം. ഖാല, അദ്ദേഹം പറഞ്ഞു. എന്തു പറഞ്ഞു? സമിഅ്തു, ഞാൻ കേട്ടു. സമിഅ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കേട്ടു. യഖൂലു, നബി പറയുന്നു. അപ്പൊ എന്താ അർത്ഥം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഖാല, അദ്ദേഹം പറഞ്ഞു. സമിഅ്തു, ഞാൻ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കേട്ടു. യഖൂലു, നബി അദ്ദേഹം പറയുന്നതായി. അപ്പൊ ഒറ്റ വാക്ക് അർത്ഥം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഓരോ വാക്കുകളുടെയും അർത്ഥം പഠിക്കാൻ പറയാൻ കാരണം ഇപ്പൊ അങ്ങനെ പഠിച്ചു പോയാൽ പിന്നെ ഹദീസുകൾ മുമ്പോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇതേ വാക്കുകൾ പിന്നെ അടുത്ത ഹദീസിൽ വരും. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടേ പഠിക്കേണ്ട കാര്യമില്ല, ഓരോന്നും പഠിച്ചു വെച്ച് മുന്നോട്ട് പോവാം. عن أمير المؤمنين أبي حفص
ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു. എന്താ അർത്ഥം പറഞ്ഞേ? അമീറുൽ മുഅ്മിനീനായ അബൂ ഹഫ്സ് എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു. എന്താ ഈ കന്നഡയിൽ എന്താ പറയാ? എഴുതോ? എന്തു പറഞ്ഞു? സമിഅ്തു, ഞാൻ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കേട്ടു. യഖൂലു, പറയുന്നു, നബി പറയുന്നു. അപ്പൊ നബി പറയുന്നതായി ഞാൻ കേട്ടു. ഇത് ഹദീസിന്റെ ഷോർട്ടായ സനദാണ്. മനസ്സിലായോ? ഇപ്പൊ ശരിക്കും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ബുഖാരിയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി ഈ ഹദീസ് പറയുമ്പോൾ ഇമാം ബുഖാരിയോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉസ്താദാണ്. അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉസ്താദാണ്. അദ്ദേഹത്തോട് പറഞ്ഞൊരു താബിഇയാണ്. ആ താബിഇയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ ഹദീസ് കേട്ടത്. ഉമർ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും കേട്ടു. നമ്മൾ ഇമാം ബുഖാരി തൊട്ട് ഉമർ വരെയുള്ള എല്ലാവരും ഒഴിവാക്കി. കാരണം ഇതിന്റെ ആവശ്യമില്ല, അതെല്ലാം കൂടി പഠിച്ചെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആകെ എന്ത് ആവശ്യമുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട സഹാബി ആരാണ്? അത് ഉമറാണ്. ആ തനത് പറഞ്ഞു. ഉമർ തൊട്ട് ഇമാം ബുഖാരി വരെ എത്തുന്ന ആളുകളുണ്ട്. അത് നമുക്ക് പഠിക്കണമെന്നല്ല, നിർബന്ധമല്ല. അതുകൊണ്ട് അവൾ പറയുന്നില്ല. അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് സനത് പറഞ്ഞിട്ട് പോകുന്നത്. മനസ്സിലായോ? പക്ഷെ വലിയ ആലിമീങ്ങളും ഇൽമുൽ ഹദീസ് പഠിക്കുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ ആളുകൾ എന്ത് ചെയ്യും? സനത് മൊത്തത്തിൽ പറയും. ആ പറയപ്പെട്ട സനത്തിലുള്ള എല്ലാ ആൾക്കാരെയും പറഞ്ഞിട്ടാണ് ഹദീസ് പഠിക്കുക. അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. എന്ത്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതിനാണ് ഹദീസിന്റെ എന്ത് എന്ന് പറയാ? മത്തൻ. അതാണ് ഹദീസിന്റെ മത്തൻ. അതായത് റസൂലുള്ളാഹി തങ്ങളുടെ കണ്ടന്റ്, പോയിന്റ്, നബി പറഞ്ഞ വാക്ക് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇന്നമ, തീർച്ചയായും. ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അൽ അഅ്മാലു, അമലുകൾ. അമലുൻ എന്ന് പറയുന്ന വാചകത്തിന്റെ ജംഅ്, പ്ലൂറലാണിത്. അഅ്മാലു, അമലുകൾ. അപ്പൊ ഇന്നമൽ അഅ്മാലു എന്തർത്ഥം? തീർച്ചയായും അമലുകൾ. അമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഡീഡ്സ് എന്നതിന് പറയാം. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയായാലും, നിസ്കാരം, പഠിത്തം, ഉറക്കം, തിന്നല്, വെലിക്ക്, പോക്ക്, എല്ലാം അഅ്മാൽ, എല്ലാവരും പെട്ടു. ഇന്നമൽ അഅ്മാൽ, തീർച്ചയായും അമലുകൾ, ബിന്നിയ്യാതി, നിയ്യത്തുകളെ കൊണ്ടാകുന്നു. അർത്ഥം ഓരോ ലഫ്ദിന്റെയും ഓരോ വാക്കിന്റെയും പറഞ്ഞു പഠിക്കണം കേട്ടോ, എഴുതിയെടുക്കണം. ബിന്നിയ്യാതി, നിയ്യത്തുൻ എന്ന വാക്കിന്റെ ബഹുവചന രൂപം. ബഹുവചനം എന്ന് പറഞ്ഞാൽ അതാണ് നിയ്യാത്തുൻ. നിയ്യത്തുൻ ഒരു നിയ്യത്ത്, നിയ്യാത്തുൻ നിയ്യത്തുകൾ. അപ്പൊ ബിന്നിയ്യാതി, നിയ്യത്തുകളെ കൊണ്ടാകുന്നു അമലുകൾ പരിഗണിക്കപ്പെടുക. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും അമലുകൾ, ബിന്നിയ്യാതി, നിയ്യത്തുകളെ കൊണ്ടാകുന്നു. അർത്ഥം മനസ്സിലായോ? ഇന്നമ എന്ന് പറഞ്ഞ ആ വാക്ക് ജിമ്മനോട്, ഇന്നമ എന്ന് പറഞ്ഞ വാക്ക് തീർച്ചയായും എന്നർത്ഥം കിട്ടാൻ ഇന്ന പറഞ്ഞാൽ മതി. ശ്രദ്ധിക്കണേ, ഇന്ന എന്ന് പറഞ്ഞാൽ എന്തർത്ഥമായി? തീർച്ചയായും. പക്ഷെ അതിന്റെ കൂടെ മാ കൂടി ചേർത്താൽ മാത്രം എന്നർത്ഥമായി. അതായത് അമലുകള് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാകുന്നു എന്ന ശരിക്കുള്ള ഇതിനർത്ഥം. മനസ്സിലായോ? അതിന് ഹസ്ർ എന്നാണ് അറബിയിൽ പറയുക. ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴെങ്കിലും ഹദീസ് പറയുന്ന ആരെങ്കിലും ഹസ്ർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുക. ഹസ്ർ എന്നാണ് പറയുന്നത്.
മാത്രം എന്ന അർത്ഥമില്ല. ഇന്നന്റെ അർത്ഥം എന്താ? ബേശക്, തീർച്ചയായും എന്ന ഇന്നക്ക് അർത്ഥവും. പക്ഷെ അതിന്റെ കൂടെ മാമൂടി ചേർത്തപ്പോ എന്തായി? ഹസുറിന്റെ അർത്ഥമായി, അതായത് മാത്രം എന്ന അർത്ഥമായി. അപ്പൊ ഈ ഹദീസിന് മനസ്സിലാവുന്ന അർത്ഥം എന്താ? ഇന്നമൽ അഅ്മാലു, തീർച്ചയായും അമലുകൾ, ബിൻ നിയ്യാത്തി, നിയ്യത്തുകളെ കൊണ്ട് മാത്രമാകുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന അമൽ അല്ലാഹു പരിഗണിക്കുന്നത് നമ്മളുടെ നിയ്യത്തിനെ പരിഗണിച്ചുകൊണ്ട് ആയിരിക്കും. ഏത് കാര്യവും എന്ത് കാര്യവും. ഒരാള് സുബ്ഹ് നിസ്കരിച്ചു, പക്ഷെ അയാളുടെ മനസ്സിൽ ഞാനിപ്പോ സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോവുകയാണ്, ഞാനിപ്പോ സുബ്ഹ് നിസ്കരിക്കുകയാണ് എന്ന ചിന്തയൊന്നും ഉണ്ടായില്ല. വെറുതെ വന്ന് കൈകെട്ടിട്ട് കുറെ ചെയ്തിട്ട് വേണ്ടിട്ട് പോയി. ഇത് അമലായിട്ടുള്ള പരിഗണിക്കൂല. കാരണം അയാൾക്ക് എന്തില്ല? നീയത്തില്ല. അപ്പൊ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ഇന്ന കാര്യം എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യാണ് എന്നൊരു കരുതൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. എന്നാലേ അത് അല്ലാഹു പരിഗണിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താവും? അതൊരു വെറും പ്രവൃത്തിയായിട്ട് അങ്ങ് പോകും. അതിന് പ്രത്യേകിച്ച് കൂലി കിട്ടാനില്ല. കൂലി കിട്ടണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നീയത്തുണ്ടായിരിക്കണം. അപ്പം അടുത്ത മനസ്സിലാവും. അടുത്ത വാക്കെന്താ? അവിടെ എന്താ അർത്ഥം? തീർച്ചയായും മാത്രം. ഇമ്ര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, കുല്ലെന്ന് പറഞ്ഞാൽ എല്ലാം. അപ്പൊ ലികുല്ലിംബ്രിഇൻ, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. തീർച്ചയായും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്തുണ്ട്? മാനവ, അവൻ കരുതിയത്, അവൻ നീയത്താക്കിയത്. കരുതുക എന്നുള്ള ഭാഷ പറയാറുണ്ടോ നീയത്തിന്? നീയത്തിന് എന്താ പറയുന്നത്? തീർച്ചയായും എല്ലാ മനുഷ്യർക്കുമുണ്ട് മാനവ, അവൻ നീയത്താക്കിയത്. നവ എന്ന് പറഞ്ഞാൽ നീയത്താക്കി എന്നർത്ഥം. കരുതി, നീയത്താക്കി. എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ പേരെന്താ? മിഷാൽ. ആരാ പോലെ? ഇവിടെ എന്താ? وإنما لكل امرئ ضرب. എല്ലാ മനുഷ്യർക്കുമുണ്ട് മാനവ, അവൻ കരുതിയത്, അവൻ നീയത്താക്കിയത്. ഞാൻ ഒന്നുകൂടെ അർത്ഥം പറയാം. അൻ അമീറുൽ മുഅ്മിനീന അബി ഹഫ്സിൻ ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീനായ അബൂ ഹഫ്സ് എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅ്തു, ഞാൻ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടു, യഖൂലു, തങ്ങൾ പറയുന്നതായി. ഒറ്റ വാക്ക് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും അമലുകൾ, പ്രവൃത്തികൾ, ബിന്നിയ്യാത്തി, നിയ്യത്തുകൾ കൊണ്ടാകുന്നു പരിഗണിക്കപ്പെടുക. പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുക. വഇന്നമാ ലികുല്ലി ഇംറിഇൻ, തീർച്ചയായും എല്ലാ മനുഷ്യർക്കുമുണ്ട് മാനവ, അവൻ നിയ്യത്താക്കിയത് എന്താണോ അത്. മനസ്സിലായോ? അപ്പൊ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം? നിയ്യത്ത് വേണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പറയലല്ല, മനസ്സിലുള്ള തോന്നല് പറയുന്ന പേരാണ് നിയ്യത്ത്. അള്ളാഹു നോക്കൽ എവിടെയാ? മനസ്സിലാണ്.
അവരുടെ പ്രവൃത്തി നമ്മൾ പുറമേ അവയവങ്ങൾ കൊണ്ട് ചെയ്യുമ്പോഴും അല്ല നോക്കുന്ന അമലായിരിക്കൂല, നമ്മുടെ ഉള്ളിലുള്ള എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത് എന്നായിരിക്കും. അപ്പൊ എന്ത് ചെയ്താലും നമുക്കുള്ള നീയത്ത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹിന്റെ ഇഷ്ടമാണ്. നമ്മളത് ചെയ്യുന്നതിലൂടെ അള്ളാഹു എന്ത് ചെയ്യണം? നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ എന്ത് അമലും, നമ്മൾ ചെയ്യുന്ന ഏത് അമലും നമുക്ക് കൂലി കിട്ടുന്ന പ്രവൃത്തിയാക്കാൻ സാധിക്കും നീയത്ത് നന്നാക്കിയാൽ. ഇപ്പൊ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവരും തിന്നൂലെ. പക്ഷെ മുസ്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്താണ്. എപ്പോൾ? നീയത്ത് ശരിയാക്കിയാണ്. ഒരുത്തൻ ഭക്ഷണം കഴിച്ചത് എന്തിനാ? നല്ല ആരോഗ്യം കിട്ടണം, നല്ല തടി കിട്ടണം, നല്ല ശക്തി കിട്ടണം, അതിന് വേണ്ടി ഒരാൾ ഭക്ഷണം കഴിച്ചു. വേറൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ നീയത്താക്കിയത് എനിക്ക് നല്ല ആരോഗ്യം കിട്ടണം, ആ ആരോഗ്യം വെച്ചിട്ട് അള്ളാഹുവിന് കുറെ ഇബാദത്ത് ചെയ്യണം, കുറെ നിസ്കരിക്കണം, കുറെ അള്ളാഹിന്റെ മാർഗത്തിൽ പരിശ്രമിക്കണം. ഈ രണ്ടാൾക്കാരും രണ്ട് നീയത്ത് വെച്ചു. ഇതിൽ ആര് തിന്നതാണ് ഇബാദത്ത്? ഈ രണ്ടാമത്തെ ആള് തിന്നത് ഇബാദത്തായി. അയാൾക്ക് തിന്നലുമായി അതിന്റെ കൂടെ എന്തുമായി? ഒരു വിവാദത്തിന്റെ കൂലിയും കിട്ടി. എന്താ? മറ്റേ ആൾക്കോ തിന്നിട്ട് ആരോഗ്യം കിട്ടും, പക്ഷെ എന്തില്ല? കൂലിയില്ല. കാരണം അയാൾക്ക് എന്തില്ല? നീയത്തില്ല. മനസ്സിലായോ? ഒരാൾ ഉറങ്ങുകയാണ്. ഉറങ്ങുന്നെന്തിനാ? റെസ്റ്റ് എടുക്കുക. ഉറങ്ങി നമുക്ക് റെസ്റ്റ് കിട്ടി, ശരീരത്തിന് ആരോഗ്യം കിട്ടും. ഒരുത്തൻ എന്ത് ചെയ്തു? ആ ശരീരത്തിന് ആരോഗ്യം കിട്ടണം എന്നുള്ള നീയത്തിന് ഉറങ്ങി. മറ്റൊരുത്തൻ ശരീരത്തിന് ആരോഗ്യം കിട്ടണം എന്നിട്ട് എന്ത് ചെയ്യണം? നേരത്തെ എഴുതിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം, സുബ്ഹ് നിസ്കരിക്കണം, നല്ല ഉഷാറായിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, രാവിലെ ഖുർആൻ ഓതണം. അങ്ങനെ നീയത്താക്കിയിട്ട് ഉറങ്ങി. ഇതിൽ ആദ്യം ഉറങ്ങിയവന് ഉറക്കം കിട്ടി, ആരോഗ്യം കിട്ടി, പക്ഷെ എന്തില്ല? കൂലിയില്ല. രണ്ടാമത് ഉറങ്ങിയവനോ ഉറക്കവും കിട്ടി, ആരോഗ്യം കിട്ടി, അതിന്റെ കൂടെ കൂലിയും കിട്ടി. എന്താ കാര്യം? നീയത്ത് നന്നാക്കി. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ നീയത്ത് നോക്കിയിട്ടായിരിക്കും. എന്താണോ കരുതുന്നത് അത് നോക്കിയിട്ടായിരിക്കും അതിന്റെ കൂലി. എല്ലാവരും, എല്ലാ മനുഷ്യരും എന്താണോ നീയത്താക്കുന്നത് അത്. ഒരാൾ നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, പാതിരാത്രി എണീച്ചിട്ട്. അയാൾ നീയത്ത് എന്തായിരുന്നു? ഞാനിങ്ങനെ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആളാണ് എന്ന് 4 ആൾക്കാരെ അറിയലാണ്. അത് വിട്ടു. അത് വിട്ടെന്ന് പറഞ്ഞാൽ 4 ആളുകൾ അല്ലാഹു അറിയും. കാരണം എന്താണോ നീയത്താക്കിയത്. വേറൊരാൾ തഹജ്ജുദ് നിസ്കരിച്ചു, ഓന്റെ നീയത്ത് എന്താ? അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ തൃപ്തി, സ്വർഗം കിട്ടലാണ്. ഓനത് കിട്ടും. അപ്പൊ എന്ത് നമ്മൾ കരുതിയിട്ട് ചെയ്യുന്നുവോ അതെന്താന്ന് വെച്ചാൽ അള്ളാഹു നമുക്ക് തരും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ദുനിയാവിന്റെ കാര്യം കരുതിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദുനിയാവേ കിട്ടുള്ളൂ, അള്ളാഹിന്റെ തൃപ്തിയോ അല്ലെങ്കിൽ സ്വർഗമോ കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എന്ത് നന്നാക്കണം? നീയത്ത് നന്നാക്കണം. എന്തായിരിക്കണം നീയത്ത്? അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ തൃപ്തിയും കിട്ടാനായി ഞാനിത് ചെയ്യുന്നു. മനസ്സിലായോ? പഠിക്കുന്നതിനാ അതിന് നീയത്തുണ്ട്. ആ നീയത്ത് നന്നാക്കണം. വലിയ പണ്ഡിതനാവണം, അങ്ങനെ ഭയങ്കര പ്രാസംഗികനാവണം, അങ്ങനെ ആൾക്കാരൊക്കെ എന്നെ പറ്റി ഭയങ്കരമായിട്ട് ഇത് പറയണം, അതാണെങ്കിൽ അങ്ങനെ കിട്ടും. പക്ഷെ ആഹ്റത്തിൽ ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് എനിക്ക് എൽമ പഠിക്കണം, എൻ്റെ അറിവില്ലായ്മ നീങ്ങണം, എനിക്ക് അമൽ ചെയ്യണം, എനിക്ക് നന്നാവണം, നമ്മുടെ ആ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് ഈ നീ പറഞ്ഞു കൊടുക്കണം, അവരും നീതിൻ്റെ ആൾക്കാരാവണം. നല്ല നീയത്തായി. അപ്പൊ ഈ ഇരിക്കുന്നതിനും ഈ എഴുതുന്നതിനും ഈ കേൾക്കുന്നതിനും ഒക്കെ എന്ത് കിട്ടി? മനസ്സിലായല്ലോ? അപ്പൊ ഇത് കാണാതെ പഠിക്കാം. ഹദീസിന്റെ ബാക്കിയുണ്ട്, അത് അടുത്ത ആഴ്ച പറയാം. عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى. إنما വന്നതുകൊണ്ട് തന്നെ മാത്രം നമ്മൾ എന്താണോ നീയത്താക്കുന്നത് അങ്ങനെ മാത്രമായിരിക്കും നമ്മളെ അല്ലാഹു പരിഗണിക്കുക. ഒരാൾ എന്താണോ നീയത്താക്കിയത് അത് മാത്രമായിരിക്കും അയാൾക്ക് കിട്ടുക. മനസ്സിലായല്ലോ? ബാക്കി ഇൻഷാ അല്ലാഹ്
أنت رسولك سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. കാണാതെ പഠിച്ചിട്ട് പറഞ്ഞോ.